സെനീൻ കാറ്റഗറിയിൽ പെടുന്ന ഏറ്റവും മികച്ച ആനിമെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൻസേഴ്സായിട്ട് പല ആളുകളും വരും. പക്ഷേ ഏറ്റവും മികച്ച മാങ്ക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു 90% ആൻസർ എന്നും പറയുന്നത് ബെർസർക്കാണ്. ബെർസർക്കിന് അമ്മാതിരി പോപ്പുലാരിറ്റി ഉണ്ട്. ബെർസർക്കിൻ്റെ മാങ്കയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഈ ഒരു ബെർസർക്കിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് 1-2 ആനിമേസും കുറച്ച് മൂവീസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മാങ്കയ്ക്ക് കിട്ടുന്ന ഹൈപ്പ് അതൊന്ന് വേറെയാണ്. കാരണം പല ആനിമേസിനും കിട്ടാത്തത്ര വലിയ ഹൈപ്പും അത്ര വലിയ പോപ്പുലാരിറ്റിയും ഈ ഒരു ബെർസർക്കിൻ്റെ മാങ്കയ്ക്കുണ്ട്. അത്രയ്ക്കും ഒരു ഗംഭീര സംഭവം കാണാതെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വായിക്കാതെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ബെർസർക്ക് തുടങ്ങണം, മാങ്ക ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആനിമേ ആയിട്ടാണെങ്കിലോ ബെർസർക്ക് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് 1997 പുറത്തിറങ്ങിയ ബെർസർക്കിൻ്റെ ഒരു ആനിമേ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. അത് ഈ ഒരു ബെർസർക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അല്ലെങ്കിൽ ബെർസർക്ക് എന്ന് പറയുന്ന ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയും അതിൻ്റെ ബേസിൽ ഞാൻ ഈ ഒരു ബെർസർക്കിൻ്റെ 1997 ഇറങ്ങിയ ആനിമേ കാണുകയും ചെയ്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവാണ്. കാരണം 1997 ഇറങ്ങിയ ഒരു ആനിമയ്ക്കകത്ത് ഇമ്മാതിരി മേക്കിംഗ് ഉണ്ടെന്ന് ഞാൻ ജന്മത്തിൽ പ്രതീക്ഷയില്ല. ഒരു നോർമൽ കൈൻഡ് ഓഫ് ആനിമയ്ക്കും അപ്പുറമായിട്ട് ഇതിൻ്റെ ആനിമേഷൻ ജസ്റ്റ് നോർമൽ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഈവൻ ഇതിൻ്റെ മാങ്കയ്ക്ക് വലിയ പോപ്പുലാരിറ്റി ഉണ്ട്, സ്റ്റോറി ഗംഭീരമാണെങ്കിൽ പോലും 1997 ഇറങ്ങിയത് കൊണ്ട് ഇതിൻ്റെ ആനിമേഷനിൽ അത്ര വലിയ കാര്യമൊന്നും കാണത്തില്ല എന്ന് ഓർത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷേ എന്ത് മാസ്റ്റർ പീസ് ആർട്ടാണ്, പ്യുവർ മാസ്റ്റർ പീസ് ആർട്ടാണ് ഈ ഒരു ആനിമയ്ക്കകത്ത് നമുക്ക് ഉടനീളം കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ കിട്ടണം എന്ന് ഓർത്തിട്ട് ഒരു റെക്കമെൻഡേഷനായിട്ട്, അതായത് ബെർസർക്കിൻ്റെ ആനിമയുടെ ഒരു റെക്കമെൻഡേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആകെ മൊത്തം 25 എപ്പിസോഡാണ് ഈ ഒരു ആനിമയ്ക്കകത്തുള്ളത്. പക്ഷേ ഈ ഒരു 25 എപ്പിസോഡിനകത്ത് ഇവർ പറയാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോറി ഒരു 100 എപ്പിസോഡിൽ കൂട്ടിയാലും കൂടില്ല. അമ്മാതിരി സ്റ്റോറി ടെല്ലിങ്, നീറ്റായിട്ട് സ്മൂത്തായിട്ട് പോകുന്ന സ്റ്റോറി ടെല്ലിങ്. അതായത് ഒരു സിംഗിൾ പോയിന്റിൽ പോലും നമുക്ക് ലാഗ് അടിക്കത്തില്ല. ഈ ഒരു ആനിമെ വലിച്ചു നീട്ടുന്നുണ്ടെന്ന് തോന്നത്തില്ല, അൺനെസസറി ആയിട്ടുള്ള സീൻസ് ഉണ്ടെന്ന് തോന്നത്തില്ല. അത്രയും ഗംഭീരമായിട്ട് പെർഫെക്റ്റ് ഓക്കെ ആയിട്ടാണ് ഈ ഒരു ബെർസർക്കിൻ്റെ ആനിമെ മുൻപോട്ട് നീങ്ങുന്നത്. ഇതിൻ്റെ ആനിമേഷനാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. കാരണം ഇതുപോലെ 1997 ഇറങ്ങിയ ഒരു ആനിമയ്ക്കകത്ത് ഇമ്മാതിരി ആനിമേഷൻ കാണുമെന്ന് ഞാൻ ജന്മത്തിൽ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പോസിറ്റീവായിട്ട് തോന്നിയത് ആനിമേഷൻ തന്നെയാണ്. എസ്പെഷ്യലി 24-25 എപ്പിസോഡിലെ ആനിമേഷൻ വാസ് ടു ഡാം ഗുഡ്. ഇന്ന് 2023 ഇറങ്ങുന്ന പല ആനിമേസിൽ പോലും കാണാൻ പറ്റാത്തത്ര ഗംഭീര വിഷ്വൽസ് ചിലപ്പോൾ നമുക്ക് ആ ഒരു 1997 ഇറങ്ങിയ ഈ ഒരു ബെർസർക്കിൻ്റെ ആനിമയിലെ 24-ാമത്തെ 25-ാമത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും. അമ്മാതിരി ഐറ്റം. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇതിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് കെൻറ്റാറോ മിയോറോ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റ് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് വെച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അമ്മാതിരി വേൾഡ് ബിൽഡിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും ഈ ഒരു ബെർസർക്കിലുണ്ട്. ഇതിൻ്റെ മാങ്ക ഈ ഒരു ആനിമെ കഴിഞ്ഞും ഗംഭീരമാണെന്നാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു ആനിമെ തന്നെ കണ്ടിട്ട് കിളി മാറിയിരിക്കുകയാണ്. അപ്പോൾ മാങ്കയുടെ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ആനിമയുടെ എക്സ്പീരിയൻസ് നോക്കുമ്പോഴത്തേനും സ്റ്റോറി ടെല്ലിങ് വേറെ ലെവലായിരുന്നു. മാങ്ക വായിച്ച 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് വെച്ച് ഈ ഒരു 1997 ഇറങ്ങിയിട്ടുള്ള ബെർസർക്കിൻ്റെ ആനിമെ പെർഫെക്റ്റ് അഡാപ്റ്റേഷൻ. അതായത് ഈ ഒരു ബെർസർക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു 1997 ഇറങ്ങിയിട്ടുള്ള ആനിമയാണ്. ഇതിൻ്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഗട്ട്സ് ആണ്. ഗട്ട്സ് ഒരു സോർട്ട്മാൻ ആണ്. ഭയങ്കര വലിയൊരു സോഡുമായിട്ട് യുദ്ധങ്ങളിലൊക്കെ പോയിട്ട് കാശിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഗട്ട്സ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ഗട്ട്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ബാൻഡ് ഓഫ് ദ ഹോക്ക് എന്ന് പറയുന്ന ഒരു മെർസണറി ഗ്രൂപ്പിൽ ചേരുകയും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്യാരക്ടർ മുൻപോട്ട് പോകുന്നതും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ആനിമെ പറയുന്നത്. ഇതിൽ മറ്റു കുറേ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് ഗ്രിഫിത്ത്, അതുപോലെ തന്നെ ക്യാസ്ക, കോർക്കസ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ റിവോൾവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ചുറ്റി വളഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബെർസർക്ക് എന്ന ആനിമെ സീരീസ് മെയിനായിട്ടും പോകുന്നത്. അപ്പം ഇതിലെ ഗട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്, ആ ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്സ് ആയിക്കോട്ടെ, ആ ക്യാരക്ടറിനെ എങ്ങനെയാണോ അവർ ആ ഒരു വേൾഡിലോട്ട് കൊണ്ടിട്ടേക്കുന്നത്, അത് പ്യുവർ മാസ്റ്റർ പീസ് ആയിട്ട് തോന്നി. കാരണം ആ ഒരു ക്യാരക്ടറിന് വരുന്ന ബോധോദയം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ചില സീൻസ് ഉണ്ട്. ആ ക്യാരക്ടർ പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട്, കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിളി തന്നെ പാറിയിരിക്കും. കെൻറ്റാറോ
കെൻറ്റാറോ മിയൂറോ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അത്രയും തലപുകഞ്ഞിരുന്ന് ആലോചിച്ച് ലോകത്തിനെ പറ്റി അറിഞ്ഞ് ആ ഒരു വേൾഡ് എങ്ങനെയായിരിക്കണം, മനുഷ്യ മനസ്സിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജിയൊക്കെ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സംഭവം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഗഡ്സിലൂടെ അദ്ദേഹത്തിന് കാണിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഗഡ്സിലൂടെ മാത്രമല്ല, ഗ്രിഫിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ അദ്ദേഹം കാണിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ്ക എന്ന് പറയുന്നൊരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇവർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫീമെയിൽ പോർട്രയൽ, അതായത് ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇത്രയും ഗംഭീരമായിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. അമ്മാതിരി റൈറ്റിംഗ് ആണ് ഈ ഒരു ക്യാരക്ടറിന് കിട്ടിയിരിക്കുന്നത്. വേറെ ലെവൽ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, ആ ഒരു ക്യാരക്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മെയിൽ ക്യാരക്ടേഴ്സിനെ മാത്രമല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സിനും വേറെ ലെവലായിട്ടുള്ളൊരു പോർട്രയൽ കൊടുക്കുവാൻ ഈ ഒരു ആനിമേ സീരീസിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ബെർസർക്ക് എന്ന് പറയുന്ന ആനിമേ സീരീസ് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ 25 എപ്പിസോഡ്സാണ് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി മറ്റ് മൂവീസും ആനിമേ ആയിട്ട് കാണണോ അല്ലെങ്കിൽ മാങ്ക തന്നെ വായിച്ചറിയണമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് ബെർസർക്ക് മാങ്ക വായിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്നെ സംബന്ധിച്ച് ഈ ഒരു 1997 ഇറങ്ങിയ ആനിമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. ഒരു സിംഗിൾ എപ്പിസോഡ് പോലും ലാഗ് അടിക്കുകയോ അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാമെന്നൊന്നും തോന്നിയില്ല. ഒരു 2 ദിവസം കൊണ്ട് ഈ സാധനം കുത്തിപ്പിടിച്ചിരുന്ന് തീർക്കുമായിരുന്നു. അമ്മാതിരി വേൾഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ആ ഒരു വേൾഡിനോട് ഒരു കണക്ഷൻ തോന്നി. ഒരു മാരക സെറ്റിംഗ്, ഒരു മാരക സെറ്റപ്പാണ് ഈ ഒരു ആനിമയ്ക്കകത്തുള്ളത്. അത് എടുത്ത് പറയാണ്ട് മേലെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒന്നും ഇല്ല. 1, 2, 3 മെയിൻ സ്കോർസ് ആണുള്ളത്. ഇത് മതി, ഈ സാധനം മതി. അതായത് ഒരു ഡയലോഗ് പറയുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഭയങ്കര നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സീനാണെങ്കിൽ പോലും അത് വളരെ ഗംഭീരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ കാണിക്കുവാൻ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് നമ്മുടെ ഉള്ളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം 1997 ഇറങ്ങിയ ഒരു ആനിമയുടെ ടെക്നിക്കൽ സൈഡ് ഇത്രയും ഗംഭീരമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പം പല ആളുകളും ഈ ഒരു സാധനം കാണാണ്ട് ഇപ്പോഴും സ്കിപ്പാക്കി പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. സെനീൻ കാറ്റഗറിയിൽ പെടുന്നൊരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. സെനീൻ ആനിമേസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാണുക. അതായത് സെനീൻ ആനിമേ എന്ന് പറയുമ്പോൾ 18+ ഐറ്റമാണ്. പ്യൂർ 18+ ഐറ്റമാണ്. വയലൻസ് ഉണ്ട്, സെക്ഷൽ കണ്ടൻസ് ഉണ്ട്, ന്യൂഡിറ്റി ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന, വയലൻറ്റ് ലാംഗ്വേജ് ഉണ്ട്, സംടൈംസ് ഗോർ രീതിക്ക് വരെ പോകുന്ന ഒരുപാട് കണ്ടൻസ് ഈ ഒരു ആനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതായത് പച്ചയ്ക്ക് കാണിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കെൻറ്റാരോ മിയൂറ തൻ്റെ മനസ്സിൽ എങ്ങനെയാണോ ഒരു സംഭവത്തിനെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനെ അതേപടി ഒരു ലിമിറ്റേഷനും ഇല്ലാണ്ട് തൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ഐഡിയ എക്സാക്ട്ലി അദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആനിമയും ഏകദേശം അതായത് 90% കാര്യങ്ങൾ അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആനിമെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നിനെയും കാട്ടാണ്ടൊന്നും പോയിട്ടില്ല. അപ്പം കാണുന്ന ആൾക്കാർ 18 വയസ്സ് തികഞ്ഞ ആൾക്കാരായിരിക്കണം. ആനിമയാണ്, കാർട്ടൂണാണ്, മാങ്ങാണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കാണാനിരുന്നിട്ട് അവസാനം കിളി മാറിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം കുട്ടികളാരും തന്നെ ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കുക. മുതിർന്നവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിളി പറത്താൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെർസർക്ക് ട്രൈ ചെയ്യുക. ബെർസർക്കിനെ മാങ്ക വായിച്ചിട്ടുള്ള ആളുകൾ ഇതിനെ ബാക്കി എങ്ങനെ കാണണമെന്നുള്ളൊരു ഹിൻറ്റും കൂടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തന്നാൽ ഭയങ്കര നന്നായിരുന്നു. അതും കൂടെ വായിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു 1997 ഇറങ്ങിയ ആനിമേ ഡോണ്ട് മിസ് ദിസ് ജംപ്. ഇത് മാസ്റ്റർ പീസ് ഐറ്റമാണ്. വേറെ ലെവൽ ഐറ്റമാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമയാണ്. ഡോണ്ട് മിസ് ദിസ്.